ഇപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നു. ഈ 4 പദങ്ങളും നമ്മുടെ നാട്ടിലെ ഒരു ഏക അർത്ഥത്തിലല്ല പലപ്പോഴും പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇതിഹാസത്തെ സംബന്ധിച്ച ധർമ്മസങ്കല്പം, അർത്ഥസങ്കല്പം, കാമസങ്കല്പം, മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പം, ഇതെല്ലാം എങ്ങനെയാണ് ഇതിഹാസകാരൻ്റെ ദൃഷ്ടിയിൽ? എന്തിനെയാണോ ധരിക്കുന്നത് അത് ധർമ്മം. അപ്പോൾ എന്തിനെയാണ് ജീവികളെല്ലാം ധരിക്കുന്നത്? ജീവികളെല്ലാം ധരിക്കുന്നത് ജീവനെയാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ. ആ പ്രാണൻ്റെ തന്നെ ഏറ്റവും മഹനീയമായ രൂപത്തിന് പറയുന്ന പേരാണ്, അത് ഉപാധികളില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത രൂപത്തിന് പറയുന്ന പേരാണ് ആത്മാവ്. ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മൈവ ബ്രഹ്മേതി. ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ എല്ലാ ആത്മാക്കളുടെയും, അതൊരു തോന്നൽ മാത്രമാണ്, ധാരാളം ആത്മാക്കളുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാ ആത്മാക്കളുടെയും എല്ലാ ജീവൻ്റെയും സന്ധാരണത്തിന്, നിലനിൽപ്പിന് ഉതകുന്ന തരത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന ജീവിത സമ്പ്രദായത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഒരാളുടെ അവകാശത്തിലേക്കോ, ഒരാളുടെ സ്വകാര്യതയിലേക്കോ, ഒരാളുടെ വ്യക്തിപരതയിലേക്കോ, ഒരാളുടെ വിചാരത്തിലേക്കോ, ഒരാളുടെ വികാരത്തിലേക്കോ വിവേകരഹിതമായി മറ്റൊരാൾ ഇടപെട്ടാൽ അത് ധർമ്മത്തിൻ്റെ ലംഘനമാകും. അധർമ്മമാണ്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിർവചനം അനുസരിച്ച് ഈ വ്യക്തി, കാലം, ദേശം, വർണ്ണാശ്രമങ്ങൾ അതനുസരിച്ച് ധർമ്മം മാറുമോ? കാരണം ഭഗവത്ഗീതയിൽ ആണെന്ന് തോന്നുന്നു, സ്വധർമ്മയെ നിധനം ശ്രേയ. എന്താണ് ധർമ്മം, എന്താണ് സ്വധർമ്മം? എൻ്റെ ധർമ്മം മാഷധർമ്മം അല്ലായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ വ്യക്തികളനുസരിച്ച്, കാലമനുസരിച്ച്, സംസ്കാരമനുസരിച്ച്, ഈ ആശ്രമ അനുസരിച്ച്, വർണ്ണമനുസരിച്ച് ധർമ്മം മാറുന്നുണ്ട്. ധർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ. പക്ഷെ ഇങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം മാനവധർമ്മം എന്ന ഒരു ധർമ്മത്തിൽ ഉൾച്ചേർന്നിരിക്കും. പൊതുവേ ധർമ്മത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് മാനവധർമ്മം എന്ന് വിളിക്കാം. അപ്പോൾ വ്യക്തിധർമ്മമായാലും അത് മാനവധർമ്മത്താൽ നിയന്ത്രിതമാണ്. വർണ്ണധർമ്മമായാലും അത് മാനവധർമ്മത്താൽ നിയന്ത്രിതമാണ്. പുത്രധർമ്മമായാലും പിതൃധർമ്മമായാലും ഭാര്യാധർമ്മമായാലും പതിധർമ്മമായാലും അത് മാനവധർമ്മത്താൽ നിയന്ത്രിതമാണ്. ഇതൊന്നും മാനവധർമ്മത്തെ ലംഘിക്കാൻ പാടില്ല. അപ്പോൾ മാനവധർമ്മത്തിന് കീഴടങ്ങിയാണ് രാജധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, ഭാര്യാധർമ്മം, പതിധർമ്മം, പുത്രീധർമ്മം തുടങ്ങിയിട്ടുള്ള എല്ലാ ധർമ്മസങ്കല്പങ്ങളും മാനവധർമ്മത്തിന് കീഴടങ്ങി എന്നാൽ മാത്രമേ ആ രാജ്യം ഒരു ധർമ്മരാജ്യമാവുകയുള്ളൂ. അപ്പോൾ മാനവധർമ്മത്തെ ലംഘിക്കുന്ന ഒരു പതിധർമ്മം വന്നാൽ, അല്ലെങ്കിൽ പുത്രധർമ്മം വന്നാൽ, ആ പുത്രധർമ്മം അനുഷ്ഠിക്കാൻ പാടില്ല. ഏത് പുത്രധർമ്മവും മാനവധർമ്മത്തെ ലംഘിക്കുന്നതാകാൻ പാടില്ല. ഒരു ഭാര്യാധർമ്മവും മാനവധർമ്മത്തെ ലംഘിക്കുന്നതാകാൻ പാടില്ല. ഏത് ക്ഷത്രിയധർമ്മവും ഒരു മാനവധർമ്മത്തെ ലംഘിക്കുന്നതാകാൻ പാടില്ല. അപ്പോൾ എല്ലാം മാനവധർമ്മത്തിന് കീഴടങ്ങി നിൽക്കണം എന്നതാണ് മാനവധർമ്മ സങ്കല്പം. ഈ ധർമ്മം പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ധർമ്മം ബ്രഹ്മത്തിൽ നിന്ന് തനിയെ ഉണ്ടായതാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് അഖണ്ഡ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തിനും ആധാരമായ അഖണ്ഡ ബോധസ്വരൂപമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളെയും സന്ധാരണം ചെയ്യുക എന്നതാണ്. എല്ലാ പ്രപഞ്ചങ്ങളെയും സന്ധാരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജീവികളോടുകൂടിയ എല്ലാ പ്രപഞ്ചങ്ങളുടെയും നിലനിൽപ്പിന് എന്തെല്ലാം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തത്വങ്ങളും മനുഷ്യൻ പാലിക്കണമോ അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ധർമ്മം എന്നതുകൊണ്ട് വ്യാസൻ അർത്ഥമാക്കുന്നത്.